അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഇറാത്തല്ല, ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നും ഒരു ചെറിയൊരു ഹദീസ് ചർച്ച ചെയ്യാം. നമുക്ക് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ ഏറെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ചിന്തിക്കേണ്ടതും കാര്യഗൗരവത്തിലെടുക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ നീര് കെട്ടി വീർക്കുവോളം നിന്ന് നമസ്കരിക്കുമായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വെക്കുന്നത് വരെ അഥവാ അത്രത്തോളം നിന്ന് നിസ്കരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ ദൂതരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്, അഥവാ ഇത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നത്? ചോദിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും ശേഷവുമുള്ള, അഥവാ നബിൻ്റെ മുൻകഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കൊണ്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഏറ്റവും വിനയാനിതനായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒക്കെ അറിയുന്ന ഒരാൾ വരെ ആ ഒരു തവാളുവിൻ്റെ അങ്ങേയറ്റത്തിൽ നൽകുന്ന ഒരു ഉത്തരമുണ്ട്, അഫലാകൂന അബ്ദൻ ഷക്കൂറ, എനിക്ക് നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹമുണ്ടാവില്ലേ? എനിക്ക് അള്ളാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ നിസ്കരിക്കാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനായി പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ എന്നിട്ടും ഈ ഒരു അവസരത്തിൽ നിസ്കരിക്കുന്നത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്കൊക്കെ അള്ളാഹു തആല ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല, പുറത്ത് തരുമെന്നോ പുറത്ത് തന്നിട്ടുണ്ടെന്നോ ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ല. എന്നിട്ട് വരെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആർത്തുല്ലസിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് എന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ പേടിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.